ഒരു കാര്യവുമില്ലാതെ നടന്ന തിരഞ്ഞെടുപ്പ്. അതിനിടയിൽ പ്രവചനങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ലായിരുന്നു. മണ്ഡലം അറിയുന്നവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: എന്തെല്ലാം അടിയൊഴുക്കുകൾ ഉണ്ടായാലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന്. അത് ഭരണവിരുദ്ധ വികാരം കൊണ്ടൊന്നും ആയിരുന്നില്ല. അവിടെ 2 തവണയും PV അൻവർ ജയിച്ചതിന് ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: നല്ല നിലയിൽ മുസ്ലിം ലീഗ് വോട്ട് ലഭിച്ചു. നിലമ്പൂരിൽ അത്ര ലഹളയിലായിരുന്നു കോൺഗ്രസും ലീഗും. ആ ഭിന്നത നിലനിൽക്കുന്നതിനാൽ നല്ലൊരു പങ്ക് മുസ്ലിം ലീഗുകാർ അന്നൊക്കെ PV അൻവർ നോട്ട് ചെയ്തു. കുടുംബപരമായി തന്നെയുള്ള എതിർപ്പ് 2016-ൽ ആര്യാടൻ ഷൗക്കത്തിന് വിനയായി. 2021-ൽ VV പ്രകാശിനും മുന്നണി വോട്ട് പൂർണ്ണമായും കിട്ടിയില്ല. അതിൽ നല്ലൊരു പങ്ക് പിടിച്ചാണ് അൻവർ 2700 വോട്ടിന് ജയിച്ചത്. അടിസ്ഥാനപരമായി ഈ നിലമ്പൂർ UDF-ന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോഴും ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തം മുന്നണിയുടെ മുഴുവൻ വോട്ടും കിട്ടിയിട്ടില്ല. അത് കിട്ടിയിരുന്നുവെങ്കിൽ ഷൗക്കത്തിന് ഏറ്റവും കുറഞ്ഞത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടണമായിരുന്നു. PV അൻവർ പിടിച്ച വോട്ട് ഇടതുപക്ഷത്ത് നിന്നാണെങ്കിൽ സ്വരാജിന് ആകെ വോട്ട് 40,000 എങ്കിലുമായി കുറയുമായിരുന്നു.